ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ സെലിബ്രിറ്റികൾ പോലും ഒട്ടും സേഫ് അല്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് കുറച്ച് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ മാസങ്ങളായി നമുക്ക് പരിചിതരായിട്ടുള്ള പല സിനിമാ താരങ്ങളും പല രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾക്ക് ഇരയായിരിക്കുകയാണ്. ഇതിൽ കന്നഡ സൂപ്പർ സ്റ്റാർ ഉപേന്ദ്രയുടെ കുടുംബം മുതൽ തെന്നിന്ത്യൻ സൂപ്പർ നായിക അനുപമ പരമേശ്വരൻ വരെ പെടും. ഇവർക്ക് സംഭവിച്ചത് നാളെ നമുക്കും സംഭവിക്കാം. അതുകൊണ്ട് ഏത് രീതിയിലുള്ള സൈബർ അറ്റാക്സ് ആണ് ഇവർ നേരിടേണ്ടി വന്നതെന്നും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നും അറിയുവാൻ ഈ വീഡിയോ മുഴുവനായും കാണുക. ആദ്യം കന്നഡ സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവം നമുക്കിവിടെ വിവരിക്കാം. കന്നഡ സൂപ്പർ സ്റ്റാർ ഉപേന്ദ്രയുടെ ഭാര്യ ഓൺലൈനായി ഒരു സാധനം ഓർഡർ ചെയ്യുന്നു. തുടർന്ന് അവർക്ക് വാട്സാപ്പിലേക്ക് ഒരു ലിങ്ക് വരുന്നു. തുടർന്ന് അവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവരുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടു. ഹാക്ക് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ഹാക്കർമാർ അവരുടെ കോണ്ടാക്ട്സ് ആക്സസ് ചെയ്യുകയും തുടർന്ന് കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ അയക്കുവാനും തുടങ്ങി. ഇതിൽ വിശ്വസിച്ച് അവരുടെ സ്വന്തം മകൻ പോലും അമ്മയ്ക്കാണെന്ന രീതിയിൽ 50,000 രൂപ അയച്ചു. അങ്ങനെ മൊത്തത്തിൽ 1.5 ലക്ഷം രൂപയാണ് അവർക്ക് നഷ്ടമായത്. ഈ കേസിനെ അടിസ്ഥാനമാക്കി ബീഹാറിൽ നിന്നും വികാസ് കുമാർ എന്നൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതായത് ഇയാളുടെ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 150-ലധികം യുവാക്കൾ ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടത്രേ. അടുത്ത കേസ് മലയാളികൾക്ക് കുറച്ചും കൂടി പരിചിതമായിട്ടുള്ള നടി അനുപമ പരമേശ്വരന്റേതാണ്. നവംബർ 9-ന് തമിഴ്നാട്ടിൽ നിന്നും വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി നിരന്തരമായി അനുപമയെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഭാഗ്യവശാൽ അനുപമ കൃത്യസമയത്ത് ലീഗൽ ആക്ഷൻ എടുക്കുകയും അവർക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. സെലിബ്രിറ്റികൾ മാത്രമല്ല സാധാരണക്കാരായ നമ്മളെ പോലുള്ളവരും ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിയിങ്ങിനും സൈബർ അറ്റാക്കിനും ഇരയാകപ്പെടാം. ഇനി നമുക്ക് ഏറ്റവും പുതിയതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതുമായിട്ടുള്ള മറ്റൊരു കേസിലേക്ക് വരാം. കാന്താര ചാപ്റ്റർ 1-ലൂടെ നമുക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് രുക്മിണി വസന്ത്. കഴിഞ്ഞ നവംബർ 8-ന് രുക്മിണി തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയാണ് ആ ഞെട്ടിക്കുന്ന വിവരം പങ്കുവച്ചത്. ആരോ ഒരാൾ ഈ കാണുന്ന നമ്പറിൽ നിന്ന് രുക്മിണിയാണെന്ന് പറഞ്ഞ് വിളിക്കുകയും ഫാൻസിനോടും ഇൻഡസ്ട്രിയിലുള്ളവരോടും പണം ചോദിക്കുകയും തെറ്റായ വിവരങ്ങൾ കൈമാറാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ രുക്മിണി ഈ നമ്പർ പരസ്യമായി വെളിപ്പെടുത്തുകയും ഇത് താനല്ല, ആരും വഞ്ചിതരാകരുതെന്ന് അറിയിക്കുകയും ചെയ്തു. കൂടാതെ ബംഗളൂരു സിറ്റി പോലീസ് ഇതൊരു തട്ടിപ്പാണെന്നും ആരും ഇവർക്ക് വിവരങ്ങൾ പങ്കുവെക്കരുതെന്നും ഔദ്യോഗികമായി അറിയിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടോ? പേടിയല്ല വേണ്ടത്, ജാഗ്രതയാണ്. ജാഗ്രതയോടെ ഇരിക്കാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡോണ്ട് ക്ലിക്ക്. അപരിചിതമായി വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. വെരിഫൈ ഫസ്റ്റ്. പണം ചോദിച്ചുകൊണ്ട് അച്ഛന്റെയോ അമ്മയുടെയോ നമ്പറിൽ നിന്നും മെസ്സേജ് വന്നാലും അവരെ വിളിച്ച് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. 2 ഫാക്ടർ ഓതന്റിക്കേഷൻ. വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും 2 ഫാക്ടർ ഓതന്റിക്കേഷൻ എനേബിൾ ചെയ്യുക. റിപ്പോർട്ട്. ഏതെങ്കിലും വിധത്തിലുള്ള സൈബർ ക്രൈമിന് നിങ്ങൾ ഇരയായിട്ടുണ്ടെങ്കിൽ 1930 എന്ന നമ്പറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുക. അതുമല്ലെങ്കിൽ www.cybercrime.government.in എന്ന വെബ്സൈറ്റിൽ പരാതി രജിസ്റ്റർ ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഓർക്കുക, ഇഫ് സെലിബ്രിറ്റീസ് ക്യാൻ ബി ഹാക്ക്, എനിവൺ ക്യാൻ ബി. ഒരു ചെറിയ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി ലക്ഷങ്ങൾ നഷ്ടപ്പെടാൻ. സൈബർ സെക്യൂരിറ്റിയെ പറ്റി കൂടുതൽ പഠിക്കുവാനും എങ്ങനെ ഒരു പ്രൊഫഷണൽ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആകാൻ പറ്റും എന്നതിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ സൈബർ സെക്യൂരിറ്റി കോഴ്സ് ലിങ്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായും അത് ചെക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം.